ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റൈൽ ഓഫ് റഞ്ജിനി. ഹൗ ആർ യു ഓൾ? സോ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞെങ്കിൽ സർവ്വക്കുട്ടിൻ്റെ വിദ്യാരംഭമാണ്. വിദ്യാരംഭം പറയുമ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ട്രഡീഷൻ. ഒരു ചൈൽഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എ ലേണിംഗ് എന്ന് പറയാം. യൂഷ്വലി ടെമ്പിളിലാണ് പോയിട്ട് ചെയ്യാറുള്ളൂ, പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചു. ബിക്കോസ് ഇവിടെ ദുബായിൽ ഞങ്ങൾക്ക് അമ്പലത്തിന് പോയിട്ട് ചെയ്യുന്നത് പ്രീ ബുക്കിംഗ് ആയിരുന്നു. നമുക്കതിൻ്റെ ഐഡിയ അത്ര ഉണ്ടായിരുന്നില്ല. അന്ന് മോർണിംഗാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. ബിക്കോസ് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഈ സമയത്തിന് മോൾക്ക് 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. സോ അതിന് മുന്നേ നമ്മൾ ചെയ്യുമെങ്കിൽ നമ്മൾക്ക് ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ ആലോചിച്ചു. വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ കോവിഡ് കഴിഞ്ഞതിന് പിന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ ഹോം സെറമണീസ് ഒരു പോപ്പുലർ ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു. സിമ്പിളായിട്ടും ഹാർട്ട് ഫീൽഡായിട്ടും നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വി അറേഞ്ച്ഡ് എവറിത്തിങ് സിംപ്ലി. വീട്ടിൽ തന്നെ ചെറുതായിട്ടൊരു പൂജ സെറ്റപ്പൊക്കെ ചെയ്തു, വിളക്കൊക്കെ വെച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച്, ഓഫ് കോഴ്സ് റൈസ് പിന്നെ ബനാന ലീവ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ചത് ശരിയായിട്ടില്ലെന്ന് ശ്രീജിത്ത് വന്നിട്ട് അന്ന് കറക്റ്റ് ചെയ്യണം ഇപ്പോൾ. ബിക്കോസ് എനിക്കിത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് അത്ര ഐഡിയ ഇല്ല. സോ ശ്രീജിത്ത് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ, നമ്മൾക്കൊന്നും അത്ര അറിയില്ല. അങ്ങനെ നമ്മൾ എഴുത്തിരുത്തിന് ഒരു ചെറിയതായിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സർവ്വക്കുട്ടിയുടെ ഓരോരോ കാര്യങ്ങളും സെറമണീസൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ്, ഒരു ഇമോഷനാണ് കേട്ടോ. ബിക്കോസ് എനിക്ക് ഇത്ര സമയം എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. ബട്ട് ഫസ്റ്റ് ടൈം ആസ് എ പേരൻസ് വി ആർ ഡൂയിങ് ഇറ്റ് ഫോർ സർവ. ഇതൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നിയത് കുറേ കാര്യങ്ങളിലാണ്. ഫസ്റ്റ് ടൈം സർവ്വക്കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ തന്നെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പ്രൗഡായിട്ട് ഫീൽ ചെയ്തു ഞാൻ. പിന്നെ സർവ്വക്കുട്ടീൻ്റെ ചോറൂണിൻ്റെ കാര്യം, അതിലും നമ്മൾ സർവ്വക്കുട്ടീനെ ഇങ്ങനെ മടിയിലിരുത്തിട്ട് ചോറൂണൊക്കെ കൊടുക്കുന്ന സമയത്തും എന്തോ ഒരു അത് ഇമോഷണലി കണക്റ്റ് ആയ പോലെ ആൻഡ് ഒരു റെസ്പോൺസിബിലിറ്റീസ് കൂടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഇതാ ഇനിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസിലേക്ക് നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തായാലും സമയമായി എഴുത്തിരുത്ത് മൊമെൻറ്റിന്. സർവ്വക്കുട്ടിൻ്റെ പപ്പൻ്റെ മടിയിലാണ് വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ യൂട്യൂബ് കണ്ടിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് നമ്മൾ 2 പേർക്ക് മാത്രമായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റെപ്സും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂട്യൂബിൽ അവർ പറയുന്ന മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ അമ്പലത്തിലിരുത്തി ചെയ്യുമോ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഹോണസ്റ്റ്ലി ഈ ഒരു സമയം സോ സ്പെഷ്യൽ ഫോർ എനി പേരൻറ്റ് എന്ന് പറയാം. ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു കേട്ടോ, ലേണിംഗ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ലവ് ആൻഡ് ബ്ലെസ്സിങ്സ് എന്ന്. അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്തിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സെറമണീനെ വീട്ടിൽ തന്നെ വെച്ച് ഞങ്ങൾ ചെയ്തതിൽ നല്ല ഹാപ്പിനെസ് ഉണ്ട് ആൻഡ് പ്രൗഡാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെരി ഡു ഇറ്റ്. അമ്പലത്തിലാണോ ഇല്ല വീട്ടിലാണോ ഇല്ല വേറെ ഏതെങ്കിലും ചെറിയൊരു സ്ഥലത്തിൽ വെച്ചിട്ടാണോ ചെയ്യുന്നത്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ബട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം അത്ര ശ്രദ്ധയോടെയും അത്ര ഒരു ഭക്തിയോടെ ചെയ്തെങ്കിൽ ആ കാര്യം നന്നായിട്ട് വരുമെന്ന് നമ്മൾക്ക് ഇതൊരു വിദ്യാരംഭം ഞങ്ങൾ ചെയ്തതിൽ മനസ്സിലായിട്ടോ. പിന്നെ ഇതൊരു മെമ്മറി ഞങ്ങൾക്ക് നല്ല ചെറിഷ് ചെയ്യുന്ന ഒരു മെമ്മറി ആയിരുന്നു ലൈഫിൽ. ബിക്കോസ് സർവ്വക്കുട്ടീൻ്റെ ലൈഫിൽ ബ്യൂട്ടിഫുൾ ബിഗിനിങ് ആണിത്. സിമ്പിളായെങ്കിലും പോലും ഈ മൊമെൻറ്റ് ഞങ്ങൾക്കൊരു ലൈഫ് ലോങ് മെമ്മറിയാണ്. അതിനെ ഞാൻ ഒരു ചെറുതായിട്ട് വ്ലോഗായിട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റായിട്ട് ഹരിശ്രീ ഗണപതിയെ നമഹാന്ന് എഴുതിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് നമ്മൾക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല, സർവ്വക്കുട്ടീൻ്റെ വിദ്യാരംഭം നന്നായിട്ട് നടക്കണം. പിന്നെ നമ്മൾ ഓരോന്ന് എഴുതിച്ചിട്ടോ ഒക്കെ നമ്മൾ എഴുതിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ സർവ്വക്കുട്ടിയുടെ വിദ്യാരംഭം ബ്യൂട്ടിഫുള്ളായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് അവർ സ്പെഷ്യൽ ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വ്ലോഗ്.